തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഏറ്റവും ചലനാത്മകമായ സാന്നിധ്യങ്ങളിലൊന്നായ കെ അണ്ണാമലൈ ബി.ജെ.പി. വിടുന്നുവെന്നും മക്കൾ ശക്തി എന്ന പേരിൽ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കാൻ ഒരുങ്ങുന്നുവെന്നുമുള്ള അഭ്യൂഹങ്ങൾ സംസ്ഥാനത്ത് രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഉയർത്തുന്നു. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താൻ ശ്രമിച്ച ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ തന്റെ അടുത്ത രാഷ്ട്രീയ നീക്കത്തെക്കുറിച്ച് മൗനം പാലിക്കുന്നത് അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ്. തമിഴ്നാട് ബി.ജെ.പിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ അവിസ്മരണീയമായ ഒരു അധ്യായമാണ് കെ അണ്ണാമലൈയുടെ നേതൃത്വകാലം. 2021 മുതൽ 2025 വരെയുള്ള 4 വർഷക്കാലം സംസ്ഥാനത്തെ കാവിപ്പടയെ നയിച്ച അണ്ണാമലൈ പാർട്ടി പ്രവർത്തന ശൈലിയിൽ അടിമുടി മാറ്റങ്ങൾ കൊണ്ടുവന്നാണ് ശ്രദ്ധേയനായത്. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പരമ്പരാഗത കോട്ടകളിൽ വിള്ളലുകൾ വീഴ്ത്തുക എന്ന ലക്ഷ്യത്തോടെ ഭരണകക്ഷിയായ DMK-ക്കെതിരെ അദ്ദേഹം അതിശക്തമായ നിലപാടുകളാണ് സ്വീകരിച്ചത്. അഴിമതിക്കെതിരെ DMK ഫയൽസ് എന്ന പേരിൽ അദ്ദേഹം സംഘടിപ്പിച്ച ക്യാമ്പയിനുകൾ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ തന്നെ വലിയ ചർച്ചാ വിഷയമായി മാറി. ഇത് പാർട്ടിയുടെ അണികൾക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിക്കുകയും ചെയ്തു. എന്നാൽ ഈ മുന്നേറ്റത്തിനിടയിലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് പല വെല്ലുവിളികളും നേരിടേണ്ടി വന്നിരുന്നു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടികളും AIADMK-യുമായുള്ള സഖ്യത്തെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ ഉടലെടുത്ത കടുത്ത തർക്കങ്ങളും അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഇതിനൊടുവിൽ 2025 ഏപ്രിലിൽ BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞതോടെ അണ്ണാമലൈ പാർട്ടിക്കുള്ളിൽ തഴയപ്പെട്ടുവെന്നും ക്രമേണ ഒതുക്കപ്പെട്ടുവെന്നുമുള്ള ശക്തമായ വികാരം അദ്ദേഹത്തിന്റെ അനുയായികൾക്കിടയിൽ രൂപപ്പെട്ടു. ഈ രാഷ്ട്രീയ സംഭവവികാസങ്ങളാണ് അദ്ദേഹത്തെ ഇന്ന് സജീവമായ മറ്റൊരു രാഷ്ട്രീയ പരീക്ഷണത്തിലേക്ക് നയിക്കുന്നത് എന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. കെ അണ്ണാമലൈയുടെ രാഷ്ട്രീയ നീക്കങ്ങളെ ചുറ്റിപ്പറ്റി ഉയരുന്ന അഭ്യൂഹങ്ങൾക്ക് പിന്നിൽ പ്രധാനമായും 3 ഘടകങ്ങളാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമതായി BJPയുടെ ദേശീയ നേതൃത്വവുമായി അണ്ണാമലൈക്കുള്ള നയപരമായ വിയോജിപ്പുകൾ തന്നെയാണ് ഇതിൽ പ്രധാനം. അടുത്തിടെ CBSE പരീക്ഷകളിൽ 3ാം ഭാഷ നിർബന്ധമാക്കിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ അണ്ണാമലൈ പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത്. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനങ്ങളെ തമിഴ്നാട്ടിലെ വികാരങ്ങൾക്കനുസരിച്ച് തിരുത്താൻ അദ്ദേഹം കാണിച്ച ഈ ധീരമായ നിലപാട് പാർട്ടിയുടെ ഔദ്യോഗിക ലൈനിൽ നിന്നും അദ്ദേഹം ആശയപരമായി എത്രത്തോളം അകന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. രണ്ടാമതായി തമിഴ്നാട്ടിലെ നിലവിലെ രാഷ്ട്രീയ ശൂന്യതയിൽ ഒരു 3ാം ശക്തിയായി സ്വയം അടയാളപ്പെടുത്താനുള്ള അദ്ദേഹത്തിന്റെ അഭിലാഷമാണ്. ദ്രാവിഡ പാർട്ടികൾക്ക് ബദലായി തമിഴ്നാട്ടിൽ വലിയൊരു ജനകീയ പ്രസ്ഥാനം വളർത്തിയെടുക്കാൻ അണ്ണാമലൈ ആഗ്രഹിക്കുന്നുണ്ടെന്നും അതിന്റെ ഭാഗമായാണ് മക്കൾ ശക്തി എന്ന പേര് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ചയാകുന്നതെന്നുമാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ സംസാരം. അവസാനമായി സംസ്ഥാനത്തെ പ്രാദേശിക വിഷയങ്ങളിൽ ഡൽഹിയിലെ കേന്ദ്ര നേതൃത്വം അമിതമായി ഇടപെടുന്നത് അദ്ദേഹത്തിന് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും ശക്തമാണ്. കേന്ദ്രത്തിന്റെ അജണ്ടകൾക്കപ്പുറം സ്വന്തമായൊരു രാഷ്ട്രീയ ശൈലിയിൽ തമിഴ്നാട്ടിൽ പയറ്റി തെളിയാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നത് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുമായുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായ വ്യത്യാസങ്ങളെ കൂടുതൽ ഗൗരവകരമാക്കുന്നു. ചുരുക്കത്തിൽ BJPയുടെ തണലിൽ നിന്ന് മാറി സ്വന്തം പാത വെട്ടിത്തുറക്കാനുള്ള അണ്ണാമലൈയുടെ സ്വതന്ത്ര രാഷ്ട്രീയ മോഹങ്ങളാണ് ഈ അഭ്യൂഹങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ പ്രേരണ ശക്തിയെന്ന് നിസ്സംശയം പറയാം. കെ അണ്ണാമലൈ മക്കൾ ശക്തി എന്ന പേരിൽ പുതിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കാൻ ഒരുങ്ങുന്നു എന്ന പ്രചാരണം കേവലം ഒരു വാർത്ത എന്നതിലുപരി BJP ദേശീയ നേതൃത്വത്തിന് നൽകുന്ന വ്യക്തമായൊരു സന്ദേശം കൂടിയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പ്രധാന വിലയിരുത്തൽ. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയെങ്കിലും തമിഴ്നാട് BJPയിൽ അണ്ണാമലൈക്ക് ഇപ്പോഴും വലിയൊരു വിഭാഗം അണികളുണ്ട് എന്നത് നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. അതിനാൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി തന്റെ താല്പര്യങ്ങൾക്കും രീതികൾക്കും അനുസൃതമായി വിട്ടുതരണമെന്നും സംസ്ഥാനത്തെ തീരുമാനങ്ങളിൽ തനിക്ക് കൂടുതൽ അധികാരം വേണമെന്നും കേന്ദ്രത്തെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു സമ്മർദ്ദ തന്ത്രമായാകാം ഈ നീക്കത്തെ കാണേണ്ടത്. അതേസമയം കോൺഗ്രസ് MP കാർത്തി ചിദംബരം ഉൾപ്പെടെയുള്ള മറ്റ് രാഷ്ട്രീയ നേതാക്കൾ തമിഴ്നാട്ടിൽ പുതിയൊരു പാർട്ടി രൂപീകരണത്തിന്റെ സാധ്യതകളെക്കുറിച്ച് സൂചന നൽകിയത് ഈ അഭ്യൂഹങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ BJP നേതൃത്വം ഔദ്യോഗികമായി സ്വീകരിക്കുന്ന നിലപാട് വളരെ ശ്രദ്ധേയമാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി വിനോജ് P. സെൽവം വ്യക്തമാക്കുന്നത് അണ്ണാമലൈ അത്തരമൊരു തീരുമാനം ഇതുവരെ ഔദ്യോഗികമായി പങ്കുവച്ചിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള വ്യക്തമായ പ്രതികരണത്തിനായി പാർട്ടി കാത്തിരിക്കുകയാണെന്നുമാണ്. ഏതായാലും അണ്ണാമലൈയുടെ മൗനവും ചുറ്റുമുള്ള അഭ്യൂഹങ്ങളും ചേരുമ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിന്റെ സൂചനകളാണ് ദൃശ്യമാകുന്നത്.
നിലവിൽ തമിഴ്നാട് രാഷ്ട്രീയം ഒരു വലിയ മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ദ്രാവിഡ പാർട്ടികളുടെ ആധിപത്യത്തിന് ഇളക്കം തട്ടുമ്പോൾ പുതിയ താരങ്ങളുടെയും രാഷ്ട്രീയ സംഘടനകളുടെയും കടന്നുവരവ് സ്വാഭാവികമാണ്. ഈ അവസരത്തിൽ അണ്ണാമലൈ പോലുള്ള ഒരു കരുത്തനായ നേതാവ് പുതിയ പ്രസ്ഥാനവുമായി വരുന്നത് ഭരണപക്ഷമായ DMK-ക്കും മുഖ്യ പ്രതിപക്ഷമായ AIADMK-ക്കും വലിയ വെല്ലുവിളിയാകും. അണ്ണാമലയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ദശലക്ഷം ഡോളർ ചോദ്യമായി മാറിയിരിക്കുകയാണ്. BJP-യിൽ തുടരുമോ അതോ സ്വന്തം പാത തേടുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. താനൊരു സ്വതന്ത്ര ചിന്താഗതിക്കാരനായ രാഷ്ട്രീയക്കാരനാണെന്ന് മുൻപ് പലതവണ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളതിനാൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ചുരുക്കത്തിൽ അണ്ണാമലയുടെ മൗനം എന്നത് കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണോ അതോ രാഷ്ട്രീയ ചതുരംഗത്തിലെ കൗശലപൂർവമായ ഒരു നീക്കമാണോ എന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.